ആ നീ കൊള്ള സ്റ്റോറി ഷെയർ ചെയ്യാണ്ട് നിനക്ക് പണിയൊന്നും ഇല്ലേ? എടാ നീ ഇത് എന്തറിഞ്ഞിട്ടാ? നിനക്ക് ഇതിനെപ്പറ്റി വല്ല അറിയാവോ? എന്താ അറിയണ്ടേ? ക്വസ്റ്റ്യൻ പേപ്പർ ഓർന്നപ്പോൾ കുറേ പേര് ഡൽഹി പ്രൊട്ടസ്റ്റ് ചെയ്ത് പ്രഹസനം കാണിച്ച് അടി കാണിച്ചു കൊടുക്കുന്നു. അല്ല ഇപ്പം എന്താ? എടാ നീ നീറ്റ് എഴുതുന്നുണ്ടോ? നിന്റെ കുടുംബത്തായാലും നീറ്റ് എഴുതുന്നുണ്ടോ? എടാ നമ്മളെ ബാധിക്കാത്ത കാര്യത്തിന് അതുകൊണ്ട് തരേണ്ട ഒരാവശ്യമില്ല, മനസ്സിലായേ? അത് നമ്മളെ കൂടെ ബാധിക്കും. ബാധിക്കും. എങ്ങനെ ബാധിക്കും? എടാ ഇപ്പൊ ഈ ഉടായ്പ കാണിച്ച് പാസ്സാവുന്നമാര് ഭാവിയിൽ നമ്മളെ ചികിത്സിക്കാൻ വരുന്നത്. അപ്പൊ നീ നിന്ന് കൊടുക്കുവോ? പിന്നെ അങ്ങനെ ഉടായ്പ കാണിച്ചൊന്നും ജയിക്കാനൊന്നും പറ്റത്തില്ല. നല്ല പാടാ. എടാ ഇങ്ങനെ നടക്കുന്നുണ്ട്, അങ്ങനെ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. അതിനൊന്നും ഒരു സൊല്യൂഷൻ ഇല്ലാത്തതുകൊണ്ട് ഈ പിള്ളേരെ പോയി പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. ചുമ്മാ പ്രഹസനം. എടാ നമുക്കോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അറ്റ്ലീസ്റ്റ് ചെയ്യുന്നവരെ പുച്ഛിക്കാതിരിക്കാൻ നോക്കണം. പിന്നെ ഈ സ്റ്റോറി ഇടുന്നത് അത് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് എൻ്റെ വോയിസ് റേസ് നിന്ന് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു. അത് നോർത്തിലെങ്ങാണ്ട് ഒരു സംഭവം ഇങ്ങനെ ഉണ്ടായെന്ന് വെച്ചിട്ട് അത് എന്തായാലും നിന്നെ ബാധിക്കാൻ പോകുന്നില്ല. എന്നെ തീരെ ബാധിക്കില്ല. എന്താ പറ്റിയേ? പണ്ടേ ഈ വളഞ്ഞ വഴിയിലൂടെ പാസ്സായ ഏതോ ഒരു ഡോക്ടർ ചികിത്സിച്ച ഈ ബാക്ക് ഡോർ നിയമനം. പിന്നൊരു കാര്യം, പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ